നെക്സ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് നിങ്ങളുടെ DSc പേപ്പറാണ് സെമസ്റ്റർ 3. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഓരോ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ യൂണിറ്റിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക, എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു സ്റ്റുഡൻസ്. അപ്പോൾ അതിനകത്ത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഉണ്ടല്ലോ മൊഡ്യൂൾ 1 അതിനകത്ത് എസ്എ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 2 നിന്നും 3 നിന്നും മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ആംഗ്ലോ സാക്സൺ പോയട്രിയും ഫീച്ചേഴ്സും, ആംഗ്ലോ സാക്സൺ പോയട്രിക്കകത്ത് പറയുമ്പോൾ ബിയോവൂൾഫും പിന്നെ പോയിറ്റ്സ് ആയിട്ടുള്ള കേറ്റ്മനെ കുറിച്ചും കിൻ വൂൾഫിനെ കുറിച്ചും അത് പറയുന്നുണ്ട്. ആംഗ്ലോ സാക്സൺ പ്രോസ് ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ഓഫ് കിങ് ആൽഫ്രഡും പിന്നെ വെനറബിൾ ബീഡിനെ കുറിച്ചും എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, മൊഡ്യൂൾ 1 യൂണിറ്റ് 2 നിന്നും 3 നിന്നുമാണ് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് മാത്രം. മൊഡ്യൂൾ 2 മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 6 and 7 നിന്നാണ് ചോദിക്കുന്നത്. 6 and 7 എന്ന് പറയുമ്പോൾ ജോഫ്രി ചോസറിൻ്റെ വർക്ക്സ്, അതായത് കാൻറ്റർബറി ടെയിൽസും വില്യം ലാംഗ്ലാൻഡിൻ്റെ പിയേഴ്സ് ദ പ്ലോമാനും ജോൺ ഗോവറിൻ്റെ വർക്ക്സിനെ കുറിച്ചും ചോദിക്കാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഡ്രാമയുടെ ഒറിജിൻ, അതായത് മിറക്കിൾ, മൊറാലിറ്റി, മിസ്റ്ററി പ്ലേസ്, ഇൻ്റർലൂഡ്സ്, ഈ 2 ടോപ്പിക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ 2 യൂണിറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. മൊഡ്യൂൾ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ഓഫ് റിനസൻസ് ആണ്. ഏജ് ഓഫ് റിനസൻസിൽ യൂണിറ്റ് 9 നിന്നും 12 നിന്നുമാണ്. യൂണിറ്റ് 9 എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ റിനസൻസും വില്യം കാക്സ്റ്റന്റെ പ്രിന്റിംഗ് പ്രസ്സുമാണ്. 12 എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ ഓഫ് ദ റിനസൻസും സർ തോമസ് മോറിൻ്റെ യൂട്ടോപ്പിയ എന്നുള്ള വർക്കുമാണ്. അതിനകത്തു നിന്നാണ് എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത്. മൊഡ്യൂൾ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലിസബീതൻ ഏജ് ആണ്. മൊഡ്യൂൾ 4 എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത് 13, 15, 16, 18 നിന്നാണ്. 13 എന്ന് പറയുമ്പോൾ എലിസബീതൻ ലിറ്ററേച്ചർ, അതായത് എലിസബീതൻ പോയട്രി, ടോട്ടൽ സ്മിസ്ലനെ കുറിച്ച് ചോദിക്കാം. സിഡ്നി, സ്പെൻസർ, ഷേക്സ്പിയർ, ഇസബെല്ല വിറ്റ്നി, മേരി സിഡ്നി, ഇത്രയും റൈറ്റേഴ്സിനെ കുറിച്ച് ചോദിക്കാം എസ്എ ആയിട്ട്. അതായത് എലിസബീതൻ പോയട്രി നിങ്ങൾ ചോദിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 15th യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഡ്രാമയാണ്. എലിസബീതൻ ഡ്രാമ, തിയേറ്റർ, ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻസ്, എന്താണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ബെൻ ജോൺസണും കോമഡി ഓഫ് ഹ്യൂമേഴ്സും. പിന്നെ 16 എന്ന് പറയുന്നത് എലിസബീതൻ പ്രോസ് ആണ്. ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ചും ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിളിനെ കുറിച്ചും പ്രോസ് റൊമാൻസിനെ കുറിച്ചും ചോദിക്കാം. 18th യൂണിറ്റ് എന്ന് പറയുമ്പോൾ കോർ ടെക്സ്റ്റ് വരുന്ന മറ്റേ ഹാംലെറ്റിൻ്റെ ടു ബി ഓർ നോട്ട് ടു ബി ആ സെളിലേക്ക് ചോദിക്കാം. ആസ് യു ലൈക്ക് ഇറ്റിലെ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നുള്ള ആ ഒരു സെളിലേക്ക് ആ ഒരു പോം ചോദിക്കാം. അതുപോലെ തന്നെ ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സയെ കുറിച്ച് ചോദിക്കാം. പിന്നെ ജോൺ ഡണ്ണിൻ്റെ ദ ഗുഡ് മോറോ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നിന്ന് എസ്സേയും ചോദിക്കും. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുന്ന പ്യൂരിറ്റൻ ഏജ് ആണ്. മൊഡ്യൂൾ 5 എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത് ജോൺ മിൽട്ടൻ്റെയും ജോൺ ബെനിയൻ്റെയും ലിറ്റററി കോൺട്രിബ്യൂഷൻസ് ആണ്. അവരുടെ വർക്ക്സിനെ കുറിച്ചും അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എഴുതേണ്ടതാണ്. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 5 യൂണിറ്റ് 20 നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്, മിൽട്ടനെ കുറിച്ചും ബനിയനെ കുറിച്ചും ഉള്ളത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനകത്ത് നിന്ന് ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, അതായത് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ എസ്എ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ 1 മാർക്ക് 2 മാർക്ക് ആ ഒരു റേഞ്ചിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് DSc പേപ്പറാണ്. അപ്പം അതിനകത്തുനിന്ന് ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്ലോ സാക്സൺ പോയട്രി വരുന്നുണ്ടല്ലോ, അതിനകത്ത് ബിയോവൂൾഫിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 നോർമൻ കോൺക്വസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ്എ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ബാക്കിയുള്ളതിനകത്തുനിന്ന് 1 മാർക്ക് 2 മാർക്കൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ മെഡിവൽ റൊമാൻസ് എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. പിന്നെ ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസിനകത്തുനിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്യാരക്ടേഴ്സിൻ്റെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ ലാംഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ ജോൺ ഗോവറിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മിറക്കിൾ പ്ലേ എന്താണ്, മൊറാലിറ്റി പ്ലേ എന്താണ്, മിസ്റ്ററി പ്ലേ അല്ലെങ്കിൽ ഇൻ്റർലൂഡിന് എക്സാമ്പിൾസും ചോദിക്കാം. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുകയും ചെയ്യാം. എന്താണ് മിറക്കിൾ പ്ലേ എന്നൊക്കെയുള്ളത് ചോദിക്കാം. പിന്നെ എന്താണ് റിനസൻസ്, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഫോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ റിനസൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് 2 മാർക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫർമേഷൻ മൂവ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ചോദിക്കാം. പിന്നെ എന്താ പറയുക, ജോൺ വിക്ലിഫിൻ്റെ വർക്ക്സിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ തോമസ് മോറിൻ്റെ യൂട്ടോപ്പിയ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്? ഫസ്റ്റ് അത് ലാറ്റിനിലായിരുന്നു പബ്ലിഷ് ചെയ്തത്, പിന്നീടാണ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ അത് ചോദിക്കാം. എപ്പോൾ പബ്ലിഷ് ചെയ്തു? 1516 ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് 1561 സോ എന്താണ് റിനസൻസ് എന്നുള്ള ആ ഒരു ടേം എന്താണെന്ന് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ സ്മിസ്ലിനെ കുറിച്ച് 1 മാർക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ്
ഗോർബുഡക്ക് റാൽഫ് റോയ്സ്റ്റർ ഡോയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുക. ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാജഡിയും ഫസ്റ്റ് ഇംഗ്ലീഷ് കോമഡിയുമാണ്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ബേക്കൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അഫോറിസ്റ്റിക് ആണ്, എപ്പിഗ്രമാറ്റിക് ആണ്, വളരെ വിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. വളരെ കമ്പോസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ മെറ്റാഫിസിക്കൽ പോവംസ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ കൺസീറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കമ്പാരിസൺസ്. അതിനൊരു എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 ലവേഴ്സിന് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്നുള്ള പോയത്തിനകത്ത് ലവേഴ്സിന് കോമ്പസിൻ്റെ 2 ലെഗ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത് നോക്കി വെച്ചേക്കണം. പിന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺവെൽത്ത് പീരീഡ് എപ്പോഴാണ്, പ്യൂരിറ്റൻ ഏജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ മിൽട്ടൻ്റെ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൻ്റെ തീം എന്താണെന്നൊക്കെ ചോദിക്കാം. മിൽട്ടൺ 19 റിലീജിയസ് സോണറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിനകത്ത് അദ്ദേഹം ബ്ലൈൻഡ് ആയതിനു ശേഷം എഴുതിയിരിക്കുന്ന പോമാണ്. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചേക്കാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ.